എറണാകുളം നെടുമ്പാശ്ശേരിയിൽ ഐവിൻ ജിജോയെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ CISF ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കാൻ നടപടി തുടങ്ങി. പ്രതികളുടെ കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെട്ട് പോലീസ് CISFന് കത്തു നൽകും. സംഭവ സ്ഥലത്തു നിന്ന് പ്രതിയായ മോഹൻകുമാറിന് രക്ഷപ്പെടാൻ അവസരം നൽകിയത് CISF ഉദ്യോഗസ്ഥനാണ് എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പിരിച്ചുവിടൽ നടപടി ഉടൻ ആരംഭിക്കാനാണ് നിലവിലെ നിർദ്ദേശം. ഇന്നലെ നെടുമ്പാശ്ശേരിയിലെത്തിയ CISF DIG ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. നിലവിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് CISF AIG കേരളത്തിൽ തുടരുകയാണ്. പ്രതികളായ CISF ഉദ്യോഗസ്ഥരുടെ പശ്ചാത്തലം വിശദമായി പരിശോധിക്കാൻ പോലീസ് കത്തു നൽകും. കൊലപാതകത്തിനു പിന്നാലെ സംഭവസ്ഥലത്തു നിന്ന് പ്രതിയായ മോഹൻകുമാറിന് രക്ഷപ്പെടാൻ മറ്റൊരു CISF ഇൻസ്പെക്ടർ സഹായം നൽകി എന്ന വിവരം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇയാളാണ് അപകട വിവരം മറച്ചുവെച്ച് മോഹൻകുമാറിനോട് പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് കയറാൻ നിർദ്ദേശം നൽകിയത്. ഗൂഢാലോചന തെളിഞ്ഞാൽ മൂന്നാമത്തെ ഉദ്യോഗസ്ഥനെയും കേസിൽ പ്രതിയാക്കും. ആരോപണവിധേയനായ ഉദ്യോഗസ്ഥന്റെ ഫ്ളാറ്റിലെത്തി മടങ്ങുമ്പോഴാണ് ഐവിൻ ജിജോയെ പ്രതികൾ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രതികൾക്കെതിരെ പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം കസ്റ്റഡി അപേക്ഷ നൽകിയാൽ മതിയെന്നാണ് പോലീസിന്റെ നിലപാട്. 24 കൊച്ചി.